ഹലോ അസ്സലാമലൈക്കും. ഇനിയിപ്പോൾ ഒരു കല്യാണമായാലും പെരുന്നാളായാലും ഈ ലാസ്റ്റ് ടൈമിൽ ഒരു പർച്ചേസിങ് കൂടിയൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു സംശയത്തോടെ വീണ്ടും ഇറങ്ങും. അത് തന്നെ നമ്മളെ ചില സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് നിർബന്ധമാണല്ലോ. അപ്പോൾ ഇതാ ഈ ചോട്ടയ്ക്ക് കുളിച്ച് മാറ്റിയിടാനുള്ള ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് നേരെ നമ്മൾ വട്ടക്കിണറിലേക്ക് പോയി അവിടുന്ന് അവനിക്ക് പറ്റിയതൊക്കെ എടുത്ത് പിന്നെ അതും കഴിഞ്ഞ് നേരെ ഫാൻസി എന്താണ് ഫുഡാണ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പോലെ നമുക്ക് ഫാൻസി ആണല്ലോ മുഖ്യം. ഒരു 5 വർഷം വരെ ഈ ഫാൻസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ല. കാരണം നമ്മൾ ചെയിനും ബ്രേസ്ലെറ്റൊക്കെ ആയിട്ട് എല്ലാം സ്വർണ്ണത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുമെന്ന് പറയുന്ന പോലെ പിന്നെ നമ്മൾ മെല്ലെ ഫാൻസിയിലേക്ക് പിടിച്ച്. പക്ഷെ അപ്പോഴൊക്കെ ഈ 5 വർഷം ഇത് കാണുമ്പോഴൊക്കെ വാങ്ങാൻ എപ്പോഴാണ് കഴിയാന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ഇപ്പം അതാ അതിനെയും വന്ന് അങ്ങനെ അവൾക്ക് ഇട്ട് നോക്കുമ്പോൾ ഞാനും എനിക്കൊക്കെ ഓരോന്ന് ഇട്ട് നോക്കിയിട്ടോ നമുക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ. അങ്ങനെ അവൾക്ക് വേണ്ടിയ ഫാൻസിയും എല്ലാം വാങ്ങി. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇത് ഞാൻ കുറേ യൂട്യൂബേഴ്സ് അവരെ കയ്യിലൊക്കെ കണ്ടിന് കേട്ടോ. അപ്പോൾ ഒരു കൗതുകം. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് അവൾക്കോ ഒരു വള വാങ്ങി. ഇങ്ങനത്തെ ഒരു ബാങ്കിൾ എന്താ ഇതിന് പറയാമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അതും വാങ്ങി. അവിടുന്ന് ഇനി കൂടുതൽ ടൈം നിന്നാൽ ശരിയാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സിയാക്കമെല്ലാം അവിടുന്ന് പിടിച്ച് പുറത്താക്കി തന്നെ പറയാം. പിന്നെ നമ്മൾ ഇന്നർവേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. അതും വാങ്ങി മക്കൾക്കൊക്കെ. അങ്ങനെ പിന്നെ ഒന്ന് കറങ്ങിയതാ നേരെ വന്നിട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനിയിപ്പോൾ എല്ലാം വാങ്ങിയിട്ടുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. എന്നാലും നോക്കാം, ഇനി നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. അങ്ങനെ നമ്മളിവിടെ വരുമ്പോഴേക്കൊക്കെ 6 മണിയായി. പിന്നെ ഈ ചായകളൊക്കെ ഉണ്ടാക്കി പോയത് കൊണ്ട് ഫ്രൂട്ട്സ് വന്ന് കട്ട് ചെയ്ത് നേരെ സർബത്തും ഉണ്ടാക്കി. അപ്പോൾ പിന്നെ സിയാക്ക പോയി വരുമ്പോൾ ഇവിടെ നോമ്പ് തുറക്കാനേന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങി. ആ കാടമുട്ട പുഴുങ്ങിയപ്പോൾ സിയാദ് കുറച്ച് മുളക് ബജിയും 4 സമൂസയായിട്ട് വന്ന്. അങ്ങനെ നോമ്പ് തുറക്കുള്ളത് ഒന്നുമില്ല എന്ന് കണ്ട് പ്ലേറ്റ് നിറച്ച് നോമ്പ് തുറക്കുള്ളതായിട്ടോ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ പോയി കാണാം. ബൈ ബൈ, സീ യു.